ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം എഴുതിക്കൊണ്ടുണ്ട് സർ. പക്ഷെ എപ്പോഴും അരമാർക്കിനും ഒരു മാർക്കിനും ലിസ്റ്റിൽ നിന്ന് പോകുന്ന ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് അടുത്ത് നിർത്തുന്ന ആ ടൈമിലായിരുന്നു JCA നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, സഹകാരി എടുത്തു. സഹകാരിയുടെ ജനുവരി ബാച്ചിൽ മുതലേ ജോയിൻ ചെയ്തു. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നും കേരള ബാങ്ക് പരീക്ഷയിൽ 39ാമത്തെ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാവ്യയാണ്. കാവ്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും നമ്മളെ CSCB കുറെ നാൾ മുന്നേ അല്ലേ, എത്ര നാളായി സഹകാരി വന്നിട്ട്? സഹകാരിയില് കഴിഞ്ഞ ജനുവരിയിൽ വന്നതായിരുന്നു, 2024 ജനുവരിയിൽ കോച്ചിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കഴിഞ്ഞ CSCB റാങ്ക് ലിസ്റ്റ് തൊട്ടാണ് നമ്മുടെ റാങ്കിലേക്ക് മോൾ എത്തി തുടങ്ങി അല്ലെ. ഇപ്പൊ നിലവിലിവിടെ വർക്ക് ചെയ്യുന്നു വെള്ളൂർ സഹകരണ ബാങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം 2ാം റാങ്ക് ഹോൾഡർ ആണ്. അന്നേ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ കേരള ബാങ്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും വന്നേ പറ്റത്തുള്ളൂ. JCL എത്ര മാർക്കുണ്ട്? JCL ഒരു 60 റേഞ്ച് ഉണ്ട്. 60 റേഞ്ച് ഉണ്ട്. റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, എത്ര റാങ്ക് ആണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പിടി റാങ്കുകളാണ് നമ്മുടെ കാവ്യ സ്വന്തമാക്കിയിട്ടുള്ളത്. എപ്പോഴും ആവർത്തിക്കുന്ന കാര്യങ്ങൾ ഞാൻ പിന്നെ ആവർത്തിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള സ്റ്റോറീസ് കാണുക. കാര്യം എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ഇസ് ദ മെയിൻ കീ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. സഹകാരിയിൽ ഡിഗ്രി ഏതായിരുന്നു മോള്? ബികോം കോർപ്പറേഷൻ ആയിരുന്നു. ഗ്രേറ്റ്. അപ്പൊ പൊതുവെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് കൂടുതൽ HDC-ക്കാരാട്ടോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം എഴുതിക്കൊണ്ടുണ്ട് സർ. പക്ഷെ എപ്പോഴും അരമാർക്കിനും ഒരു മാർക്കിനും ലിസ്റ്റിൽ നിന്ന് പോകുന്ന ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് അടുത്ത് നിർത്തുന്ന ആ ടൈമിലായിരുന്നു JCA നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, സഹകാരി എടുത്തു. സഹകാരിയുടെ ജനുവരി ബാച്ചിൽ മുതലേ ജോയിൻ ചെയ്തു. സനോജ് സാറായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ സനോജ് സാറിന്റെ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം സാർ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ മെന്റേഴ്സ് ലൈവ് ആണെങ്കിലും അത്, പിന്നെ രാജേഷ് സാറ്, പിന്നെ സാറിനെ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷം വേറെ. എപ്പോഴും വോയിസിലൂടെ മാത്രം കേൾക്കുന്നതല്ലേ. പിന്നെ അതുപോലെ രാജേഷ് സാറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും സഹകാരിയുടെ എക്സാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കുറച്ച് സമയം കൊണ്ട് കാവ്യ പറഞ്ഞു തീർത്ത വലിയൊരു കഥയാണ്. ശരിക്കും നമ്മൾ ഈ മീറ്റിംഗ് സമയത്ത് പറയാറുണ്ട്, നിങ്ങൾ എഴുതുന്നത് ഒരു വലിയ കഥയാണ്, ആ കഥ റിലീവ് ചെയ്യേണ്ട സമയമാണത്. ഈ കഥയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ റിവിഷൻ ആണ് അല്ലേ മക്കളെ? ഏറ്റവും ഇമ്പോർട്ടന്റ് റിവിഷൻ ആണ്. റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, പ്രിപ്പയർ ചെയ്യുന്ന കണ്ടന്റ് എടുക്കുക. ആ കണ്ടന്റുമായി ബന്ധപ്പെടുത്തിയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷം അത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കലാണ് സഹകാരിയുടെ പ്രിപ്പറേഷന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴേ. അപ്പൊ അത് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല, അത് ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ്. സാർ പറയുന്ന പോലെ റിപ്പീറ്റഡ് റിവിഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവന് ആ ടൈമിൽ ഫാമിലി നല്ല സപ്പോർട്ട്. ഞാൻ എന്റെ അമ്മ ഒരു സിംഗിൾ പാരന്റ് ആയിരുന്നു. അപ്പൊ അതൊന്നും അറിയിക്കാതായിരുന്നു അമ്മ. അപ്പൊ അത് ഫസ്റ്റ് പറയാനുണ്ടായിരുന്നു. അപ്പൊ ആർക്ക് അമ്മയ്ക്ക് തന്നെയാണ് വിജയം സമർപ്പിക്കുന്നത്. അമ്മയുടെ കണ്ണീരും എഫേർട്ടും അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്, നമ്മളൊരു ഭാവി കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു റിവാർഡ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ അവർക്കൊരു ജന്മസാഫല്യം തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് മക്കളെ. അമ്മയോടൊന്ന് കാണേണ്ടതായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ള കാര്യം? അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ആദ്യത്തെ എക്സാമിൽ തന്നെ കയറുന്ന ചുരുക്കം ചില ആൾക്കാർ മാത്രമേ, ഇല്ലാന്ന് പറയുന്നില്ല, ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും പരിശ്രമിച്ചാണ്. ഇപ്പൊ ഞാൻ അത് അന്ന് അവിടെ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ലിസ്റ്റിൽ ഞാൻ വരില്ലായിരുന്നു. JCയും വരില്ല, കേരള ബാങ്കും വരില്ല, ഇതിപ്പോ ഞാൻ കയറിയ ബാങ്കിന്റെ ലിസ്റ്റിലും വരില്ല, ഒന്നിലും വരില്ല. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒറ്റ ഇതിൽ നിർത്തരുത്. അങ്ങനെ ഒരുപാട് പേര് അറിയാം സാർ, അത് എന്റെ ടൈമിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പൊ വീണ്ടും പരിശ്രമിക്കാം. എന്തായാലും ഒരു ദിവസം നിങ്ങളുടെ തന്നെ ആയിരിക്കും.